വളരെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു വാർത്ത ദില്ലിയിൽ നിന്ന് വന്നു. എന്തെന്നാൽ സാധാരണ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഇതൊരു കെട്ടകാലമാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ രാജ്യത്തെ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ അളവ് നോക്കിയാൽ പട്ടികയിൽ 157-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രണ്ടിയേഴ്സ് എന്ന സംഘടനയുടെ കണക്ക് പ്രകാരം 151 കഴിഞ്ഞ വർഷം, 6 കൂടി ഇടിഞ്ഞ് 157. ഇനി 23 രാജ്യങ്ങളെ നമ്മുടെ പുറകിലുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒന്നുകൂടി സംഭവിച്ചു. എന്താണെന്നല്ലേ? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മാധ്യമപ്രവർത്തകൻ രവി നായരുടെ ദില്ലിയിലെയും കേരളത്തിലെയും വീടുകളിൽ റെയ്ഡ്. രവി നായരുടെ മകന്റെയും സുഹൃത്തിന്റെയും ഗാഡ്ജറ്റുകൾ ഗുജറാത്ത് പോലീസ് പിടിച്ചെടുത്തു. അദാനി ഗ്രൂപ്പിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. അദാനി ഗ്രൂപ്പിനെതിരെ രവി നായർ നേരത്തെ വാർത്ത നൽകിയിരുന്നു. റെയ്ഡിനെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും എന്നാണ് അറിയുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ വീണ്ടും ഒരു കടന്നുകയറ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കെതിരെ വീക്ഷിക്കാം. മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് രവി നായർ. അദാനിയെ കുറിച്ച് കൊടുത്ത വാർത്ത അദാനിയെ ചെറുതല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കേസൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ വീട്ടിൽ റെയ്ഡും നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് രവി നായരുടെ നീക്കം? നമ്മൾ രവിയുമായി ബന്ധപ്പെടുമ്പോൾ, രവിയുമായി അടുത്ത് ബന്ധപ്പെട്ടവരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്താണ് ഈ റെയ്ഡിനാസ്പദമായ റിപ്പോർട്ടിംഗ്? അരുൺകുമാർ, കഴിഞ്ഞ വർഷം 2025 ഒക്ടോബറിലാണ് വിവാദമായ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റിലൂടെ രവി നായർ പങ്കുവെക്കുന്നത്. എഴുതുന്നത് LIC പൊതുമേഖലാ സ്ഥാപനമാണ്. LICയുടെ 32,000 കോടി രൂപ അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു രവി നായരുടെ വാർത്ത. ഈ വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതുകയും പിന്നീട് അതിന്റെ ലിങ്കുകൾ എക്സിലും തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലും രവി നായർ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ വിചിത്രമായ കാര്യം, കേസെടുത്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് പരാതി നൽകി. അദാനി ഗ്രൂപ്പിന്റെ പരാതിയിൽ കേസെടുത്തത് വാഷിംഗ്ടൺ പോസ്റ്റിനെതിരെയല്ല, മറിച്ച് ഈ വാർത്തകൾ പങ്കുവെച്ചു എന്ന കാരണം കൊണ്ട് രവി നായർക്കെതിരെയാണ് കേസ്. ഗുജറാത്ത് ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ പരാതിയിൽ. അങ്ങനെ അതിന്റെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ഗുജറാത്ത് ഹൈക്കോടതിയിൽ രവി നായർ സമീപിച്ച ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. പക്ഷേ ആവശ്യം അംഗീകരിച്ചില്ല. അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ദില്ലിയിലെയും കേരളത്തിലെ പാലക്കാട്ടെയും രവി നായരുടെ വീടുകളിൽ ഗുജറാത്ത് ക്രൈംബ്രാഞ്ച് സംഘമെത്തി പരിശോധന നടത്തിയത്, റെയ്ഡ് നടത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് റെയ്ഡ് തുടങ്ങിയത്. രവി നായരുടെ കൈവശമുണ്ടായിരുന്ന ഫോണും അനുബന്ധ ഗാഡ്ജറ്റുകളും ലാപ്ടോപ്പുകളും എല്ലാം പിടിച്ചെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. രവി നായരുടേത് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന മകന്റെ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്, സുഹൃത്തിന്റെ ഗാഡ്ജറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. സുഹൃത്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി വിഷയം പരിഗണിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയിലെ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്ന കാര്യം. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ വിഷയം ഉന്നയിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. രവി നായർക്കെതിരെ അദാനി ഗ്രൂപ്പ് നൽകിയ പരാതിയാണ്. അദാനി ഗ്രൂപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് ഇടിയുണ്ടാക്കി, മാനനഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് പറയപ്പെടുന്ന കേസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് പോലീസ് കേസെടുക്കുകയും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും പിന്നീട് റെയ്ഡിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. നേരത്തെയും അദാനി ഗ്രൂപ്പിനെതിരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ജേർണലിസ്റ്റാണ്, മാധ്യമപ്രവർത്തകനാണ് രവി നായർ. ഇതിനു മുൻപും മാനനഷ്ട കേസ് നൽകുകയും അതിൽ കഴിഞ്ഞ വർഷം ഒരു വിധി ഉണ്ടാവുകയും ചെയ്തിരുന്നു. 1 വർഷം തടവിന് വിധിക്കുകയും പിന്നീട് മേൽക്കോടതി അത് റദ്ദാക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് LIC പൊതുമേഖലാ സ്ഥാപനം 32,000 കോടി രൂപ, അതും ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക്, സ്വകാര്യ കുത്തക കോർപ്പറേറ്റിലേക്ക് നിക്ഷേപിക്കണം എന്ന്, അദാനി ഗ്രൂപ്പിലേക്ക് നിക്ഷേപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു എന്ന വാർത്തയാണ് ഈ ഇപ്പോഴുള്ള കേസിന്റെ അടിസ്ഥാനം. ക്രൈംബ്രാഞ്ചാണ് 2 ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. ദില്ലി പോലീസിന്റെ സഹായത്തോടെയാണ് ദില്ലിയിലെ ദ്വാരകയിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. കേരളത്തിലെ പാലക്കാട്ടെ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രവി നായർ ഇപ്പോൾ കേരളത്തിലാണ് ഉള്ളത്. കേസുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിക്കുന്നു എന്നാണ് രവി നായരുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രവി നായരുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുന്നു. കാലം മാറ്റുന്ന പ്രകൃതി സ്വരങ്ങളെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. വ്യക്തിത്വങ്ങളാകുമ്പോൾ രോഗം വരും, വൃക്ഷങ്ങളാകുമ്പോൾ ഇലകൾ കൊഴിയും, വസ്തുക്കളാകുമ്പോൾ നിറം മങ്ങും. ചില അറ്റകുറ്റപ്പണികൾ കാലം തന്നെ നടത്തും എന്നാണ്. എത്രയൊക്കെ അറ്റകുറ്റപ്പണി നടത്തിയാലും ഒരു ദിവസം അങ്ങ് വിളിക്കുമ്പം നമ്മൾ അങ്ങ് പോകും, അത്ര തന്നെ. അപ്പോൾ പിന്നെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി ഇങ്ങനെ ഇരിക്കുക, ഇവിടെ ഉള്ള കാലത്തോളം സമാധാനമായിട്ട് ജീവിക്കുക. ഈ കേസും കൂട്ടത്തിനൊക്കെ പോയിട്ട് എന്ത് കാര്യം?